ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ യാത്രയിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്, അതായത് സോളാർ മൊബൈൽ ചാർജർ. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ആമസോണിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് 1600 ഇതേ പ്രോഡക്റ്റ് തന്നെ ഫ്ലിപ്കാർട്ടിൽ 1300 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ച്. മെലഡീസ് എന്ന് പറയുന്നൊരു കമ്പനിയുടേതാണ്, ഡൽഹിയിലുള്ള ഒരു കമ്പനിയാണത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത് മൊബൈൽ ക്യാമറ പിടിക്കാൻ വേറെ ആളില്ല. എന്നാൽ തന്നെ നമ്മളൊരു കൈ കൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണം, അൺബോക്സ് ചെയ്യാൻ വേണം. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ട്. കാരണം ഇതെനിക്കൊരു ട്രെക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം തീർത്തത് ലൈറ്റ് വെയിറ്റ് അല്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 300-400 ഗ്രാമെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ക്വാളിറ്റി കണ്ടോ, ഇതൊക്കെ ഇവിടെ ഭയങ്കര തുരുമ്പെടുത്തിട്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഇത് കണ്ടോ, ഒരു ബട്ടൺ തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇവിടെ ഒരു പോക്കറ്റുണ്ട്. ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ വയറെല്ലാം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലുണ്ട്. പക്ഷേ അയ്യോ, ഇതിപ്പോൾ പണി കിട്ടിയല്ലോ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേറെ ചാർജറുമായിട്ട്, എൻ്റെ ആണെങ്കിൽ സി ടൈപ്പാണ്. ഇത് സി ടൈപ്പല്ല, ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് അതിനിത് ഇവിടെ ഒരു കേബിളിൻ്റെ വേറൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ഒരു സ്ട്രിപ്പ്. ഇതിൻ്റെ പർപ്പസ് ഇത് എങ്ങനെ ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത. ഇത് കണ്ടോ, രണ്ടും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പർപ്പസ് എങ്ങനെയെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ കണക്ട് ചെയ്യും? ഇതൊരു പവർ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണാം, ഇത് പവർ ബാങ്ക്. ഇത് കണക്ടറാണ്. ഇത് എനിക്ക് തോന്നുന്നു ചെറിയൊരു പവർ ബാങ്ക് വിത്ത് കണക്ടറാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ സി ടൈപ്പ് അല്ല. ഇപ്പം എൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം സി ടൈപ്പ്. ഇതിപ്പം എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിപാടുമില്ല. ഇത് ചാർജിങ് ആവുമല്ലോ എന്നുള്ളത് ഞാൻ ചെറിയൊരു ജുഗാട് എങ്ങനെ കട്ട് ചെയ്ത് കണക്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ. ഇപ്പോൾ നമ്മൾ മേടിച്ച ഈ സോളാറിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇപ്പം വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള പോകുന്നതിന് മുമ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പം വർക്കിംഗ് ആണ്. എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെയായിരുന്നു ഒരു ഡിവൈസ്. ഇത് കണ്ടോ, ഈ കാണും, ഇങ്ങനെയായിരുന്നു ഈ ഡിവൈസ് വരുന്നത്. ഞാനിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തന്നെ ചെയ്തു. നമ്മുടെ ചാർജർ ഒരു കേബിൾ മേടിച്ചു, സി ടൈപ്പിൻ്റെ. എന്നിട്ട് അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് നേരെ സി ടൈപ്പ് യൂത്തിലേക്ക് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇതുണ്ട്, ഇത് ഈ വരുന്ന കേബിളിൽ ഇങ്ങനത്തെ ഒരു പിന്നായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഈ പവർ ബാങ്കിലേക്കോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് മൊബൈലിലേക്കും വേണമെങ്കിൽ കുത്താം, അല്ലെങ്കിൽ പവർ ബാങ്കിലേക്കും കുത്താം. ഇതുണ്ട്, ചാർജ് ആകുന്നുണ്ട്, ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പം ഇത് 5 വോൾട്ടിൻ്റെ ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 5 വോൾട്ടിൻ്റെ ആണ്. ഇതെങ്ങനെയാണ് അത്യാവശ്യം നല്ല വർക്കാകുമല്ലോ എന്നുള്ളത് ഇനി ബാക്കി നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ലതാണോ എന്നുള്ളത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് എൻ്റെ ബാഗ്, എൻ്റെ ലഗേജ് ഇതാണ്. ഞാനപ്പോൾ എൻ്റെ സോളാർ പാനലുണ്ടല്ലോ, ഞാനിതിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജ് ആയിക്കോളും. പവർ ബാങ്കിലോട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ എക്സ്പെഡീഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ മുൻശ്ശേരി വന്നു. അപ്പോൾ ഞങ്ങൾ യാത്രയിൽ ഞങ്ങളുടെ എക്സ്പെഡീഷനിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മൊബൈലൊക്കെ പവർ ബാങ്ക് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഈ മൊബൈൽ സോളാർ പാനൽ എങ്ങനെയുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക തന്നെ മുഖമൊക്കെ എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ എക്സ്പെഡീഷന് പോയിട്ട് സൺബേൺ ആയതാണ്. ഇതിനൊക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ
അതാണ് ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഇത് കണ്ടോ, മൂക്ക്, ചുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ഇരിക്കും, സൺബേൺ ആയതാണ്. അപ്പോൾ അതിന് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ ഇത് കാണിച്ചു തരാം, നേരെ വീഡിയോയിലേക്ക് വരാം. ഇത് അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അതായത് എക്സ്പെഡിഷൻ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇതെടുത്ത് പ്രോഗ്രാം ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ അന്ന് സമയം കിട്ടില്ല. അന്നത്തെ കാര്യം ഞങ്ങൾക്ക് മിക്ക ദിവസം ഒന്നെങ്കിൽ ട്രക്കിങ്ങിലായിരിക്കും. ഇപ്പോൾ ട്രക്കിങ്ങിലായിരിക്കുന്നതുകൊണ്ട് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുറച്ച് സമയം കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം എല്ലാം ഭയങ്കരമായിട്ട് മടുത്തിരിക്കുമായിരിക്കും. അന്നേരം നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണത്തില്ല. പിന്നെ മാത്രമല്ല, അപ്പോൾ കുറച്ച് സമയം കിട്ടുന്നത് കൊണ്ട് നമ്മളത് റീചാർജ് ചെയ്യാൻ, മൊബൈലിൽ ചാർജ് ചെയ്യാനായിട്ട് ഇടുകയും ചെയ്യും. ഇനിയിപ്പോൾ ബഫർ ഡേ, റെസ്റ്റ് ഡേ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഷെർപ്പ പയ്യന്മാർ ആരെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് മുകളിൽ വെച്ചിട്ട് നമുക്ക് എക്സ്പെഡിഷൻ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതായത്. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയുന്നത് പ്രതീക്ഷിക്കുന്ന വലിയ നല്ലൊരു ക്വാളിറ്റിയൊന്നും ഇല്ല. ഇത് കണ്ടോ, അന്നത്തെ കാര്യം ഇത് അവർ ആട് കണ്ട സമയത്ത് ഇത് ബാഗിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടൊക്കെ നമുക്ക് പോകുന്ന രീതിയിലൊക്കെയാണ് അവർ എൻ്റെ അകത്ത് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ ഇട്ടിട്ട് പോയ സമയത്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഒരെണ്ണം ഇവിടുന്ന് കട്ടായിപ്പോയി. 2 വയർ പോകുന്നുണ്ടല്ലോ ചാർജിങ്ങിലേക്ക്, ഒന്ന് കൂടെ കാണാൻ കട്ടായിപ്പോയത്. ഇതുണ്ടോ, അത് കട്ടായിപ്പോയി. അതിങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുമ്പാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത് 1300 രൂപയ്ക്ക് മേടിച്ചാണ്. അപ്പോൾ 1300 രൂപയ്ക്ക് മേടിക്കുമ്പം അതിനുള്ളൊരു ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ 2600 രൂപയുടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല മേടിച്ചിട്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ളൊരു ചന്ദ്രമൗലി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് നല്ല ക്വാളിറ്റിയാണ്. ഇത് അതായത് പക്ക പാക്കിംഗ് ആണ്. ഇത് അങ്ങനെ പോകത്തില്ല. അത് കണ്ടിട്ട് നല്ല ഇത് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനില്ല. മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് 5 ആമ്പിയറാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടോ, ഇത് നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കാണിക്കും നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത്. പക്ഷെ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചാർജിങ് ആകാനായിട്ട് കുറേ സമയം എടുക്കും. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, ഇത് എപ്പോഴും പവർ ബാങ്ക് ചാർജ് വയ്ക്കും. പവർ ബാങ്ക് ചാർജാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഞാനിത് പിന്നെ മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഈ പവർ ബാങ്ക് 20,000 mAh-ൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ 2 പായ്ക്കൊക്കെ 2 പോയിൻറ്റ് ഫുൾ ചാർജ് ആകാനായിട്ട് ചിലപ്പോൾ 2 ദിവസമൊക്കെ കുത്തിയിട്ടാണെങ്കിൽ ആകത്തുള്ളൂ. അപ്പോൾ അത്ര സമയം ഇതിൻ്റെ അകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അവർക്കൊരു പവർ ബാങ്കൊക്കെ മതി. ഒരു എക്സ്പെഡിഷൻ ലെവലിലേക്ക്, അതായത് ഒരു 10 ദിവസം 8-10 ദിവസമൊക്കെ പോകുന്ന, പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. കാരണം തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിൽക്കത്തില്ല. ഇപ്പോൾ ഞാൻ ഇതിന് മുൻപ് 20,000 mAh-ൻ്റെ 2 പവർ ബാങ്കൊക്കെ ആയിട്ടാണ് എക്സ്പെഡിഷനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അപ്പോഴും കൊണ്ടുപോകുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും, ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഹിമാലയൻ പ്രദേശത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സോളാർ പാനൽ, ചാർജിങ് പാനൽ മേടിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു യൂസർ എന്ന നിലയ്ക്ക് ഒരു 1300 രൂപയ്ക്ക് ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലത്, നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ, പോയിട്ട് വന്ന സമയത്ത് എനിക്ക് അത്യാവശ്യമൊക്കെ ചാർജ് ചെയ്യാൻ പറ്റി, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. ഓക്കെ, അത് തന്നെ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇതിന്. ഈ സോളാർ പാനലിന് വന്നിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചു തന്നായിരുന്നല്ലോ, ഇത് C ടൈപ്പോ അല്ലെങ്കിൽ മൊബൈലിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വരുന്നൊരു കേബിളല്ല വരുന്നത്. ഇവിടെ ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു പിന്നാണ് വരുന്നത്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് C ടൈപ്പ് ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ട്, അത്യാവശ്യം ഇതിന് 400 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മേടിച്ച് കട്ട് ചെയ്ത് ഇതുമായിട്ട് ഞാനിവിടെ കൂട്ടിക്കെട്ടി ജോയിൻ്റ് ചെയ്തു.
ഇൻസുലേഷൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം എക്സ്പെഡേഷനൊക്കെ ലോങ് ആയിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് മേടിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഇവിടെ അത്യാവശ്യമൊക്കെ ഒരു നല്ല രീതിയിലേക്ക് ഇന്ന് ഇൻസുലേഷൻ ഒക്കെ ചെയ്ത് ഇന്ന് ഇതുണ്ട് ഈ ലോക്കിന് കവർ ഇവിടെ സ്റ്റിച്ചുണ്ട്, ഇതിന് കവറിന് വെളിയിൽ പോകാത്ത രീതിയിലൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ വിലയൊക്കെയുള്ള സാധനം മേടിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ 2600 രൂപയുടെ തന്നെ ആമസോണിൽ കണ്ടായിരുന്നു, അത് മേടിക്കുക. പിന്നെ ബാഗിൽ കെട്ടി തൂക്കിയിടാനായിട്ട് ഇവിടെ ഒരു ഫെസിലിറ്റി ഒന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത ഒരു ജുഗാടാണിത്. അത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. സോളാർ പാനൽ വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുക. ഇനി അതല്ല കുറച്ചുകൂടി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വില കൂടിയത് നിങ്ങൾ മേടിക്കുക. അപ്പം ഇതിൻ്റെ ഇതൊരു ഈ ഒരു യൂസർ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.